എല്ലാവർക്കും കൽബ് ഹൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും സ്പൈസി ആയിട്ടും ഉള്ളൊരു മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ചിക്കൻ മന്തി. സംഭവം ഒരു അറബി ഡിഷാണ്. ഇതിനെ നമുക്ക് കേരളീകരിച്ച് കുറച്ച് എരിവും പുളിയും ഒക്കെ ചേർത്ത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് സ്വാദോടുകൂടി എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സിനൊക്കെ ഉണർത്താൻ പറ്റിയൊരു മന്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. മന്തി മസാലയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് സ്പൈസസും റെഡ് ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഉണക്ക നാരങ്ങ, പട്ട, ഗ്രാമ്പു, ഉണക്ക ഏലയ്ക്ക, തർക്കോലം, ബേ ലീഫ്, ജീരകം, ജാതിപത്രി, മല്ലി, കുരുമുളക്, പിന്നെ നമ്മുടെ ഏലയ്ക്ക, സാധാ ഏലയ്ക്ക. ഇതെല്ലാം നമുക്കിനി ഒരു പാനിൽ ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 കോഴിക്കുള്ള മസാലയാണ് തയ്യാറാക്കിയത്. നിങ്ങൾക്ക് ഇതേ അളവിന് മസാല തയ്യാറാക്കിയിട്ട് പിന്നെ സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഉണക്ക നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. മസാല ചൂടായതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടാറിയ മസാല ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായി വേവിച്ച് വെച്ച് കാശ്മീരി ചില്ലി, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അടുത്തിന് മാഗ്നേഷനുള്ള ടൈമാണ്. ചിക്കനിലേക്ക് 2 മാഗി ക്യൂബ്, ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മന്തി മസാല മുഴുവനും ചേർക്കണ്ട, കുറച്ച് ഇച്ചിരി ഒന്ന് മാറ്റി വയ്ക്കണം. നമുക്ക് റൈസിന് വേണ്ടി കുറച്ച് സേവ് ചെയ്ത് വെക്കണം. ചില്ലി പേസ്റ്റ്, അടുത്തതിന് മസാല എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മസാല എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ എത്ര നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നോ അതിനനുസരിച്ച് അതിന് ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും നല്ലതായിരിക്കും. പിന്നെ ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതിപ്പോൾ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാത്രിയാണ് ചെയ്യുന്നതെങ്കിൽ നാളെ രാവിലെ എടുക്കാം എന്ന ഉദ്ദേശത്തിലാണ്. അടുത്തതായിട്ട് നമ്മുടെ മന്തി റൈസായ വൈറ്റ് സെല്ല റൈസ് വേവിക്കാനായിട്ട് ഒരു പോട്ട് വെച്ചിട്ട് പോട്ടിൽ വെള്ളം ചൂടായതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ഉണക്ക നാരങ്ങ ഇവ ചേർത്ത് നമ്മുടെ മന്തി മസാല നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചതിൽ കുറച്ച് മന്തി മസാല മാറ്റി വെച്ചിട്ട് അത് ഈ റൈസിൻ്റെ വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. കൂടാതെ ഒരു ചിക്കൻ സ്റ്റോക്ക് കൂടെ. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ചേർക്കാം. റൈസ് ഒരു 80% വെന്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാം. നമ്മളിതിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനിലേക്ക് ഒരു 4 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാറുണ്ട്. കുരുമുളക്, ഏലയ്ക്ക, പൊടിച്ച ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്, പട്ട, പിന്നെ നമ്മുടെ ക്യാപ്സിക്കം, 2 വലിയ ക്യാപ്സിക്കം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ക്യാപ്സിക്കവും മസാലയും ചിക്കൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ക്യാപ്സിക്കം കൂടുതൽ ചേർത്താൽ കൂടുതൽ മസാല കിട്ടും. നമ്മുടെ ഗ്രേവി കൂടുതലായിരിക്കും മന്തിയിൽ. റൈസ് കൂടുതലായിട്ട് യൂസ് ചെയ്യാനും പറ്റും.
നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം ഒരു കുക്കർ എടുക്കാം. ഒരു കുക്കർ എടുത്തിട്ട് അതിൽ ഈ ചിക്കനെ താഴെ അടുക്കുക. ഓരോ പീസും ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെക്കുന്ന പോലെ അടുക്കുക. ഒരു പീസിൻ്റെ മുകളിൽ ഒരു പീസ് വെക്കാതിരിക്കുക. ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ 2 കുക്കറിലായിട്ടാണ് ഞാൻ വെക്കുന്നത്. ചിക്കനെല്ലാം നന്നായിട്ട് നിരത്തിയതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ചിക്കൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഓയിൽ ഒഴിക്കണം. ഓയിൽ കുറയാണെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കനിലോട്ട് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസിനെ തട്ടിക്കൊടുക്കാം. റൈസ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിൽ ഒരു 4 പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. കാരണം എന്താണെന്ന് വെച്ചാൽ മന്തിക്ക് ഒരു യെല്ലോ ഷെയ്ഡ് ഇഷ്ടമുള്ളവർ ഒരു കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ഈവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ടോപ്പ് ലെയറിൽ മാത്രം. ശേഷം നമ്മുടെ കനൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. കണ്ണിൽ വെച്ച ഉടനെ കുക്കറിൻ്റെ മൂടി എടുത്ത് വെച്ചിരുന്നിട്ട് ഗോൾഡ് വിന്നർ ഒഴിച്ച് ആ ഒരു സ്മോക്ക് പോവാതെ തന്നെ കുക്കർ ക്ലോസ് ചെയ്യാം. കുക്കറിൽ ഒറ്റ വിസിൽ വന്ന ഉടനെ പ്രഷർ ഫുള്ളാக റിലീസ് ചെയ്തിട്ട് ഒരു പാനിലോട്ട് മാറ്റാം. ഉടൻ തന്നെ ചെയ്യണം. ആ ചൂടോടുകൂടി ചെയ്യണം. കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ ചോറങ്ങ് വെന്തു പോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മാറ്റാം. റൈസൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ആ ചില്ലിയുടെ കളർ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. പാനിലോട്ട് മാറ്റിയതിന് ശേഷം ചിക്കൻ പീസൊക്കെ നല്ല ആ ഒരു എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തതിനേക്കാളും നല്ല ആ ഒരു മസാലയുടെയും ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ പീസ് മാത്രമായിട്ട് ഒരു പാനിലോട്ട് മാറ്റാം. അല്ലെങ്കിൽ ഒരു ചൂട് പാത്രത്തിലോട്ട് ചിക്കൻ പീസസിനെ മാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ള മസാലയും റൈസുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ റൈസും മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ. ചിക്കൻ എല്ലാം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മന്തി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്. എണ്ണയിൽ പുതിനയിലയും മല്ലിയിലയും വറുത്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ശരിക്കും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും ബെസ്റ്റായിട്ടൊരു മന്തിയാണ്. സ്പൈസിയും നല്ല ടേസ്റ്റും ഇഷ്ടപ്പെടുന്നവർ കുറച്ച് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ആ ഒരു റൈസിൻ്റെ ഫ്ലേവർ മാത്രമേ കിട്ടത്തുള്ളൂ. ഇതങ്ങനെയല്ല. ആ ചിക്കനിൽ നമ്മൾ ചേർത്ത മസാലയുടെയും ആ ചിക്കനും കൂടെ നല്ല ജ്യൂസി ആയിട്ട് ആ ഒരു സ്പൈസി ആയിട്ട് നല്ല അടിപൊളിയായിരിക്കും. ശരിക്കും വീട്ടിലെല്ലാവരും എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതിയാവും. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
Thank you for watching our video. Till then, bye from Kalb House.